പോലെ ഇരിക്കുന്നേ? നിന്നെയാ അങ്ങനെ കയറി ഉമ്മിച്ചേ. നല്ല ബോധമുണ്ടോ നിനക്ക്? എന്റെ പൊന്നി ക്യാറ്റ്, നീ ഒന്നും പറയാതിരിക്കുന്നതാണ് ബെറ്റർ. അവള് കണ്ടില്ലേ ബോധമില്ലാത്ത പോലെ ഇരിക്കുന്നത്? അങ്ങേര് ഉമ്മിച്ചപ്പോ കിണിച്ചോണ്ട് നിക്ക. ഒരൊറ്റ ഒരെണ്ണം കൊടുക്കേണ്ട സമയത്ത് എനിക്കിതൊന്നും കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഏത് സമയത്താണോ എന്തോ എനിക്ക് അവളോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. ഒന്നും വേണ്ടിയിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ തന്നെയല്ലേ എല്ലാത്തിനും തുടക്കം വെച്ചത്. എന്തൊക്കെയായിരുന്നു രണ്ടുപേരുടെയും പ്രസംഗം. അയാൾ ഇതൊക്കെ ചെയ്തപ്പോ നീ എന്നെ കിണിച്ചോണ്ട് നിന്നത് അതാ എനിക്ക് മനസ്സിലാവട്ടെ. ഇനി നിങ്ങൾ തമ്മിലെങ്ങാനും വല്ല റിലേഷൻഷിപ്പിലും ആണോ? ഞങ്ങളാരും അറിയാതെ? ആ പറഞ്ഞ കാര്യത്തിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈയിടെയായിട്ട് ഇവൾക്ക് അയാളെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഇളക്കം. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല, നാൻസി പറഞ്ഞപ്പോ ഇവൾക്ക് അത്ര ജലസടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവളായിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയിട്ടല്ലേ ഇതൊക്കെ കിട്ടിയത്. അത് ശരിയാ. നീ എന്തിനാ ഇത്ര ജലസ് കാണിക്കുന്നേ? ആ പ്രൊഫസറിന്റെ കാര്യത്തില് ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് ജലസും നോട്ടവും ഒക്കെ ഉണ്ടാവുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളതാ. എന്താണ് മോളുസേ, മൂക്കും കുത്തി വീണോ നീ? മൂക്കും കുത്തിയല്ല, തലയും കുത്തിയ ഞാൻ വീണേ. എന്തേ, മതിയായോ? മനുഷ്യൻ ഇവിടെ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക. ഇവിടെ എന്താ 10 മിനിറ്റ് മുന്നേ സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അവൾ അങ്ങനെയൊക്കെ കിടന്ന് വാചക കസരത്ത് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാ. അത് ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമെന്ന് ഞാൻ കരുതിയോ? ഇത് ലാസ്റ്റ് പോയി പോയി പ്രൊഫസറും സ്റ്റുഡന്റും തമ്മില് ഇഷ്ടാവുമെന്നാ തോന്നുന്നത്. മണ്ണാങ്കട്ട പ്രണയം. ഒന്ന് പോയെ നീനീറ്റ്. വേറെ വല്ല കാര്യമുണ്ടെങ്കിൽ പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ സമയം കളയുന്നേ? പ്രണയം തോന്നണമെങ്കിൽ മിനിമം എന്തെങ്കിലും ഒരു ക്വാളിറ്റി അയാൾക്കുണ്ടായിരിക്കണം. അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? എനിക്ക് അയാളോട് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാനും അയാൾ നേരിട്ട് കണ്ട എപ്പോഴും വഴക്കാം. പിന്നെ ഇതിൽ എവിടാടാ പ്രണയം തോന്നേ? നീ പറയുന്നത് പോലെ എന്ത് ക്വാളിറ്റി കുറവാ അയാൾക്കുള്ളത്? കാണാൻ നല്ല ഹാൻസം ലുക്ക്, നല്ല ചുള്ളൻ ചേക്കൻ. പോരാത്തതിനോ നല്ല വിദ്യാഭ്യാസവും. ഒരു കോളേജിലെ പ്രൊഫസറാണ്, റിച്ച് ആണ്, ബാച്ചിലർ ആണ്. ഇതിനപ്പുറത്തേക്ക് എന്ത് വേണം ഒരു പെൺകൊച്ചിന്? ഈ കോളേജിലെ സകല പിടക്കൊഴികളും അയാളുടെ പുറകെ. നീ അത് കാണുന്നില്ലാന്നേ ഉള്ളൂ. ഇപ്പോ അതേപോലെ ഒരു പിടക്കൊഴി കൊക്കിയതല്ലായിരുന്നു നീ ഇപ്പൊ പോയി കേറി ഉടക്കിയത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറന്നുപോയോ? അത് എനിക്ക് അവളുടെ വർത്തമാനം അത്ര ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. പിന്നെ അയാളെ കാണാൻ കൊള്ളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കാണാനൊക്കെ ഭംഗിയുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. സത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിൽക്കണ്ട. എപ്പോഴാണെങ്കിലും ഒരു കുറുക്കൻ പുറത്ത് ചാടും, നോക്കിക്കോ. എന്തായാലും ഞങ്ങള് കണ്ടുപിടിച്ചോളാം. അച്ചു, നീ എന്നോട് സത്യം പറയേ, നിനക്ക് അയാളോട് ഒരു തരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ടില്ലേ? ഇല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയത്തില്ല. മാത്രമല്ല, നീ അവളോട് പോയി ഓർക്കേണ്ട ആവശ്യമില്ല. സത്യം പറയച്ചു, എന്നോടല്ലടാ, ഞങ്ങൾ ആരോടും പറയില്ലല്ലോ. ഓ എന്റെ പൊന്നു ക്യാറ്റ്, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാടാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോഴെന്തോ അങ്ങനെ പറയാൻ തോന്നി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ലടാ. വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അനുഭവിക്കുക. ഞാൻ പോവാ. ഇപ്പൊ നീ പൊക്കോ. പക്ഷെ ഒരു കാര്യം മാത്രം കേട്ടോ, നിന്റെ ഉള്ളില് അയാളോട് ഇഷ്ടമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ല. നിന്റെ ഈഗോ നിന്നെ സമ്മതിക്കുന്നില്ല. അത്രേ ഉള്ളൂ. നീ ഇത് തിരിച്ചറിയുമ്പോ ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും ഉണ്ടാകും. നോക്കിക്കോ. അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവല്ല. നല്ല ആളാടാ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഈ പിണക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിരിക്കും. ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇപ്പൊ നീ എന്നോട് പറഞ്ഞത് പോട്ടെ. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്റെ പുറകെ വരരുത്. ഓ എന്റെ പൊന്നോ, ഏത് സമയത്താ നിങ്ങളെയും കുട്ടി ഇതൊക്കെ പറയാൻ തോന്നിയതോ? മിണ്ടാതെ എങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. എന്റെ അമ്മ, ഇതൊക്കെ അടിക്കോ? ഇവൾക്ക് എന്തിനൊക്കെയായിട്ട് ഇത്രയും ദേഷ്യം? അവിടെ ഒരു തീവ്രാനുരാഗം എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മോളെ. ഞാനതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തന്നേ ഉള്ളൂ. ഇനി അത് ആളിപ്പടർന്ന് കത്തിക്കോളും. വെയിറ്റ് ആൻഡ് സീ.
എന്തൊക്കെ കാണണോ എന്തോ. രാധികയെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. മാധവേട്ടൻ വന്നായിരുന്നോ? ഞാൻ ഇപ്പൊ കുടിക്കാൻ എടുക്കാം, നിങ്ങൾ ഇരിക്കേ. മഹിയേട്ടാ, എന്തായി കാര്യങ്ങളൊക്കെ? മുഹൂർത്തം കുറിച്ചായിരുന്നു. കുട്ടികളുടെ ജാതകമൊക്കെ നോക്കിയല്ലോ അല്ലേ? പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓ എന്റെ സംഗീതയെ, നീ ഒന്ന് ശ്വാസം വിട്ടു പറയ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാ ഒരു പ്രശ്നം ഇല്ലാതെയില്ല. അത് രാധികയും കൂടെ വന്നിട്ട് നമുക്ക് സംസാരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. മഹിയേട്ടാ, കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് അങ്ങനെ എന്തെങ്കിലും ആണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഇത് വേറൊരു കാര്യമാ. അപ്പോ അത് രാധികയും കൂടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്താ മഹിയേട്ടാ എന്നെയും കൂടെ കൂട്ടി സംസാരിക്കണമെന്ന് പറഞ്ഞത്? എന്താ എന്താ കാര്യം? അത് പിന്നെ വളച്ചു കെട്ടില്ലാതെ കാര്യങ്ങൾ പറയാം. 4 പേരുടെ ജാതകത്തിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട് താനും. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ നിങ്ങൾ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളെങ്കിലും കാര്യം എന്താന്ന് ആലോചിക്കുമ്പോ തന്നെ ടെൻഷൻ ആവുക. 4 പേരുടെ ജാതകവും തിരുമേനി നോക്കിയിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും 4 പേരുടെ ജാതകത്തിലും ഇല്ല. പിന്നെ അഞ്ജലി മോൾക്ക് വിവാഹയോഗമൊക്കെ തന്നെയാണ്. സംഗീത മോനും അങ്ങനെ തന്നെ. യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചത് അതൊന്നുമല്ല. തിരുമേനി ആദ്യം എടുത്ത ജാതകം അർച്ചനയുടെയും സംഗീത മോൻ്റെയും ആണ്. അവരുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. 10 10 പൊരുത്തമെന്നാ ജ്യോത്സ്യര് പറഞ്ഞത്. മാത്രമല്ല, പാർവതി പരമേശ്വരന്മാരെ പോലെ ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവരാ അവർ രണ്ടുപേരും എന്നാ ജ്യോത്സ്യര് പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാ ജാതകങ്ങൾക്ക്. ആരാലെയും അവരെ വേർപിരിക്കാൻ സാധിക്കില്ലെന്നാ പറഞ്ഞത്. എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണെങ്കിലും അവർ ഒന്നിക്കുക തന്നെ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്നും ഒക്കെ പറഞ്ഞു. കൂടാതെ അച്ചുമോൾക്ക് 23 വയസ്സ് തികയുന്നതിന് മുമ്പ് വിവാഹം നടത്തിയിരിക്കണമെന്നും പറഞ്ഞു. അതില്ലേ പിന്നെ 28ാമത്തെ വയസ്സിലെ അവളുടെ വിവാഹം നടക്കുള്ളൂ എന്നും പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. ഇത്രയുണ്ടായിരുന്നോളോ കാര്യം? നിങ്ങൾ രണ്ടുപേരും ഓവർ റിയാക്ഷൻസ് കൊടുത്ത് ഇത് വലിച്ചു നീട്ടിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു. ഈ കാര്യത്തിനാണോ ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നത്? ഇതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? അത് സംഗീതേച്ചി പറഞ്ഞത് ശരിയാ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നത്? പെട്ടെന്ന് പറയാൻ മേലായിരുന്നോ ഇതൊക്കെ? ഇപ്പൊ മനുഷ്യന് അറ്റാക്ക് വന്ന് ചത്തേനെ. ഇതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നത്? രണ്ടുപേരുടെ വിവാഹവും ഒരുമിച്ച് നടത്തുന്നത് നല്ലത് തന്നെയല്ലേ? പോരാത്തതിന് സംഗീതിന്റെ കയ്യില് അച്ചുമോളെ കൊടുക്കുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. 2 മക്കളും ഒരു വീട്ടിൽ തന്നെ ചെന്ന് കയറുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നേ? അതെ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ ഈ കാര്യത്തോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛമോള് പഠിക്കുമല്ലേന്ന് ഓർത്തിട്ടാ ഇത് ഞങ്ങള് അത്ര സീരിയസ് ആക്കാതിരുന്നത്. പിന്നെ നിങ്ങൾ ജ്യോത്സ്യരെയൊക്കെ കണ്ടിട്ട് വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചാലോ എന്ന് ഞങ്ങൾ ഇത്തിരി മുന്നേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ എല്ലാം ഒരേപോലെ ആയി. രോഗി ഇഷ്ടിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നുമില്ല, അല്ലേ മഹി? അതെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായം ഒന്നുമില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവരെ രണ്ടുപേരും സമ്മതിക്കുമില്ലെന്ന് നമുക്കറിയില്ലല്ലോ. ഇവരെ എങ്ങനെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കും? അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. ആരുടെ സമ്മതത്തെ പറ്റിയാ ഇവിടെ ചർച്ച നടക്കുന്നേ? 4 കൂടെ എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് കാര്യം? വന്നല്ലോ തൊരപ്പൻ. ഇനി വേറെ ആര് വേണം? ഇവനെ കൊണ്ടേ നടക്കൂ. എടാ മോനെ, നിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നീ അത് പറ്റില്ല എന്ന് പറയരുത്. ചെയ്തു തന്നേ പറ്റൂ. തന്തേ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ തൊരപ്പൻ തൊരപ്പൻ എന്ന് വിളിക്കരുതെന്ന്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി വിളിക്കുന്നേ?
നിങ്ങൾക്ക് ഞാൻ ഒരു സഹായം ചെയ്യത്തില്ല, പോടുന്നു. ആ പോട്ടയുടെ ചെറുക്ക, നീ അതങ്ങ് വിട്ടേക്ക്. നിന്റെ അച്ഛനല്ലേ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ മോന് കേടില്ലെന്നാ. അതങ്ങനെയല്ലല്ല. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ല എന്നല്ലേ പറയുന്നേ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? അല്ല, എന്താ കാര്യം? നിങ്ങളെന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നേ? ഇനി ഞങ്ങളാരും കേൾക്കാൻ പാടില്ലെന്നാണോ? ആ, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാ. ആരും കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല. എന്നാൽ അത് നിന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സാധിപ്പിച്ചേ പറ്റൂ, എങ്കിലേ നിന്റെ കാര്യം കൂടെ നടക്കുള്ളൂ. അതാ ഞാൻ ഈ ചോദിക്കുന്നത്, കാര്യം എന്താണ് എന്നുള്ളത്. എന്താണെന്നറിഞ്ഞാലല്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നീ എങ്ങനെയെങ്കിലും സംഗീതനോട് സംസാരിച്ച് അവൻ്റെ മനസ്സിൽ അച്ചുമോൾ ഉണ്ടോ എന്നൊന്ന് മനസ്സിലാക്കണം. അതേപോലെ അച്ചുമോളോട് സംസാരിച്ച് അവളുടെ മനസ്സിൽ സംഗീതം ഉണ്ടോ എന്ന് അറിയണം. ഇത്രയും ഉപകാരം മാത്രം നീ ചെയ്തു തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നല്ല അച്ഛനും അമ്മയാ നിങ്ങള്. ഇതുപോലത്തെ അച്ഛനും അമ്മമാരും വേറെ എവിടെയും കാണില്ല. മക്കളുമാരെ തമ്മിൽ സെറ്റാക്കാൻ നോക്കുന്ന അച്ഛനും അമ്മയും അത് ഇവിടെ മാത്രമേ കാണുള്ളൂ. ഡാ, നിന്നോട് പറയുന്ന കാര്യം മാത്രം നീ കേട്ടാ മതി. കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട നീ. എന്തായാലും അവന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാം. പക്ഷെ അവളോട് ഞാൻ ചോദിച്ചാൽ അവള് പറയത്തില്ല. അതിന് അഞ്ചു തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ആ കാര്യം അഞ്ചുന് വിട്ടേക്കാം. അല്ല, എന്ത് കാര്യമോ ഞാൻ വിചാരിക്കേണ്ടത്? ഇതിനെയാണ് തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത്. ബാ, സാരംഗേട്ടൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം. അയ്യടാ, അതിന് വെച്ച വെള്ളം അങ്ങേ മാറ്റി വെച്ചാ മതി. സാരം കേട്ട് നീ ഇപ്പൊ പറഞ്ഞു ബുദ്ധിമുട്ടാൻ നിക്കണ്ട. അതല്ലെന്നേ, ഇപ്പൊ ഈ കാര്യം പറഞ്ഞില്ലെങ്കിലേ നമ്മുടെ കാര്യം കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഓ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ? ഇതെങ്ങനെ ഇവരോട് അവതരിപ്പിക്കും? ഇനിയിപ്പോ അവതരിപ്പിച്ച തന്നെ രണ്ടും നമ്മളെ രണ്ടുപേരെ ഏറി കയറ്റും. രണ്ടിന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? എന്നിട്ടാണോ ഇതുങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ചെയ്തേ പറ്റും. ഇത് നമുക്ക് പാരൻസ് തന്ന ടാസ്ക് ആണ് മോളെ. ഇത് ചെയ്തില്ലേ നമ്മുടെ കാര്യം കൂടെ നടക്കത്തില്ല. ഇനിയിപ്പോ ചെയ്യാം, അല്ലാതെ മറ്റു വഴികളൊന്നും ഇല്ലല്ലോ. സാരംഗേട്ടൻ ഒരു കാര്യം ചെയ്യും, സംഗീതിന്റെ റൂമിലേക്ക് പോ, ഞാൻ അവളുടെ റൂമിലേക്ക് പോവാം. ആടോ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. വെറുതെ പോയിട്ട് മാത്രം കാര്യമില്ല, ഉദ്ദേശം നടന്നിരിക്കണം. ഓർമ്മയുണ്ടല്ലോ എല്ലാം? മാക്സിമം നോക്കാം. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ തന്നെ ഉന്മാദത്തേനലകൾ തന്നെ. നല്ല സന്തോഷത്തിലാണല്ലോ. ഇതൊക്കെ ഇപ്പൊ കേട്ടടങ്ങും. എന്നെ വലിച്ചു കീറി ഭിത്തിയിലാക്കാതിരുന്നാ മതിയായിരുന്നു. അച്ഛമോളെ, മോളിവിടെ എന്ത് ചെയ്യുവാ? ഞാനിവിടെ തുണി അലക്കുമായിരുന്നു. എന്താ ചേച്ചി? തുണി അലക്കുന്നുണ്ടോ? നീ എന്താ എന്നെ കളിയാക്കുവാണോ? പിന്നെ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ടും ഇതുപോലത്തെ മണ്ടൻ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അല്ല, എന്താണ് ആഗമന ഉദ്ദേശം? സാധാരണ എൻ്റെ റൂമിലേക്ക് വരാത്തതാണല്ലോ. എന്തോ കാര്യം സാധിക്കാനുണ്ട്, അതാണ്. വളച്ചു കെട്ടില്ലാതെ ഡോക്ടർ കാര്യം എന്താന്ന് വെച്ചാ പറയ്. എന്ത് കാര്യം? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്കെന്താ നിന്റെ റൂമിൽ വരാൻ പാടില്ലാന്നുണ്ടോ? പിന്നെ കല്യാണമൊക്കെ വരാൻ പോവല്ലേ, ഞാൻ നിന്നെ വിട്ട് പോകുമല്ലോ. അപ്പൊ പിന്നെ ഒരു വിഷമം, അതുകൊണ്ട് വന്നേ ഉള്ളൂ. പിന്നെ നാട് വിട്ട് പോകുമല്ലേ? എടി ചേച്ചി, നീ കേട്ടിക്കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്. പിന്നെ എന്തിനാണ് ഈ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നത്? നിന്റെ തീരുമാനം തന്നെ ഞാൻ പിന്നെയും കാണും. അതൊക്കെ ശരിയാ, എന്നാലും ഞാൻ പഴയതുപോലെ അല്ലല്ലോ. കല്യാണശേഷം ഞാൻ സാരംഗേട്ടന്റെ ഭാര്യയായിരിക്കില്ലേ? സാരംഗേട്ടന്റെ വീതി പറഞ്ഞിട്ട് കാര്യമില്ല. സാരംഗേട്ടന് ഇതിലും വലുത് നീ ഒന്നും വരാനില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്?
ഭയങ്കരമാണോ? എന്നെന്താ കാണാനൊട്ടും കൊള്ളില്ലേ? ഓ എൻ്റെ ചേച്ചി അമ്മേ, നീ പിണങ്ങാൻ നിൽക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സംഗീതേ, ആ വാതിലൊന്ന് തുറന്നേ. ആ ഏട്ടാ, ഒരു മിനിറ്റ്. ആ, എന്താ ഏട്ടാ? എന്താന്നറിഞ്ഞാല് നീ എന്നെ അകത്തേക്ക് കയറ്റോളോ? ഏയ്, അങ്ങനെ ചോദിച്ചതല്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യം സംസാരിക്കാനാണോ ഏട്ടൻ വന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഞങ്ങളുടെ വിവാഹ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നതാ. ആ, ഞാനും കേട്ടിരുന്നു താഴെ നിങ്ങളുടെ മാരേജിനെ പറ്റി പറയുന്നതൊക്കെ. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും കേട്ടില്ല. എന്തായിരുന്നു, എന്തായി, ഫിക്സ് ആയോ? എപ്പോഴും നടത്താനാ ഉദ്ദേശിക്കുന്നേ? ആ, ഏകദേശം കാര്യങ്ങളൊക്കെ ഫിക്സ് ആയി. 1 വീക്കിനുള്ളിൽ മാരേജ് നടത്തണമെന്നാ പാരന്റ്സ് പറയുന്നത്. വാട്ട്, 1 വീക്കിലോ? അതെന്താ നേരത്തെ? അത് ഇന്നലെ വലിയ തിരുമേനിയുടെ അടുത്തേക്ക് പോയപ്പോ തിരുമേനി പറഞ്ഞത് ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ. അതിന് ഉചിതമായിട്ടൊരു മുഹൂർത്തം ഈ ഒരാഴ്ചക്കുള്ളിലേ ഉള്ളൂന്നാ പറഞ്ഞത്. ഓ, ഈ ജാതകം കാര്യത്തിലൊക്കെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇത് 21 നൂറ്റാണ്ടാണ്, അത് നിങ്ങൾക്ക് ഓർമ്മയില്ല? ഇത് 21-ാം നൂറ്റാണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ തിരുമേനി പറയുന്ന ഒരു കാര്യം ഇന്ന് വരെ ഈ കുടുംബത്തിൽ ആരും നിഷേധിച്ചിട്ടില്ല. അത് നിനക്കും അറിയാവുന്നതല്ലേ? ഓ, വലിയ തിരുമേനിയുടെ അടുത്തേക്കാണോ പോയത്? എന്നാ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം പറയുന്നതേ എല്ലാവരും കേൾക്കുള്ളൂ. തിരുമേനി ഞങ്ങളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, നിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പം നിന്റെ വിവാഹവും നടത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ത്, എന്റെ കാര്യം കൂടെ നടത്തണമെന്നോ? മനുഷ്യനിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് ആർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? സത്യം പറയേട്ടാ, ഏട്ടനെ ഇപ്പൊ പറഞ്ഞു വിട്ടത് അച്ഛനും അമ്മയല്ലേ? അതെ, അച്ഛനും അമ്മയും തന്നെയാ. അവർ ഓൾമോസ്റ്റ് ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഇനി എതിർക്കാൻ നിന്നിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. അതൊന്ന് പറഞ്ഞറിയിക്കാനായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷോ, ഇതെന്തൊരു കഷ്ടമാ. എന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു പ്രസക്തിയും ഇല്ലേ? എന്താന്ന് വെച്ചാ കാണിക്ക്. ഇനി കല്യാണം കഴിക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. എടാ, ഇത് അച്ഛനും അമ്മയും പണ്ട് എപ്പോഴോ നേർന്നിരുന്ന ഒരു നേർച്ചയാണ്. അത് അവിടെ തിരുമേനിയുടെ അടുത്ത് പോയപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ ഇത് തെളിഞ്ഞു. അപ്പോഴാ ഇവർക്കും ഇത് ഓർമ്മ വന്നത്. അതുകൊണ്ടാ ഇങ്ങനെ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഇതിൽ മാറ്റി ചിന്തിക്കാനൊന്നും പറ്റില്ല. അമ്മയോടും അച്ഛനോടും ഈ നേർച്ചയൊക്കെ നേർന്നിടാൻ ആരാ പറഞ്ഞത്? എനിക്ക് വയ്യ. അല്ല, ഞാനിപ്പോ സമ്മതിച്ചാൽ തന്നെ പെൺകുട്ടിയെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ആദ്യം നീ ഈ കല്യാണത്തിന് സമ്മതിക്ക്, പിന്നെ അല്ലേ പെൺകുട്ടിയെ പറ്റി ചിന്തിക്കുന്ന കാര്യം. എടാ, പിന്നെ നിനക്ക് അച്ചുമോളെ പറ്റി എന്താ അഭിപ്രായം? അവളെ പറ്റി എന്നോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു മറുത. എന്താ, അവളെ കാണാൻ ഭംഗിയില്ല എന്നാണോ നീ പറയുന്നത്? അല്ല, ഭംഗിയില്ലാത്തോണ്ടാണോ നീ അവളെ അന്ന് കയറി ഉമ്മിച്ചത്? ഏട്ടാ, ഞാൻ ഏട്ടനോട് അന്നേ പറഞ്ഞതാ, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അല്ലാതെ മറ്റൊന്നുമല്ല. വെറുതെ ആ കാര്യത്തിൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. ഓ ശരി, ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. അവളെ കാണാൻ ഒട്ടും ഭംഗിയില്ല, പോരെ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അവളെ കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്. ഭംഗി മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വഭാവം കണ്ടാല് കറക്റ്റ് കുട്ടിക്കൊരങ്ങനെ അതേ സ്വഭാവം. അപ്പം നിനക്ക് അവളെ പീഡിച്ചു അല്ലേ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ അവളെ കയറി പിടിച്ചിട്ടൊന്നുമില്ല. ഓ എടാ പൊട്ട, അങ്ങനെയല്ല. നിനക്കപ്പോ അവളെ ഇഷ്ടമായി അല്ലേ? ഇഷ്ടായിന്നോ? ഏട്ടൻ എന്താ ഈ ഉദ്ദേശിക്കുന്നേ? മോളെ അച്ചു, നിനക്കേ സംഗീതനെ പറ്റി എന്താ അഭിപ്രായം? ദേ ചേച്ചി, ആരെ പറ്റി ചേച്ചി പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അയാളെ പറ്റി എന്നോട് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല. അയാളെ പോലൊരു രാവണനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ കുർള എക്സ്പ്രസിനാണോ തല വെച്ചേ? നിനക്ക് തോന്നുന്നത് അതൊക്കെ. അവനൊരു പാവാ. പിന്നെ നിന്നോട് ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കുന്നതേ ഉള്ളൂ. പാവാടി മോളെ. ഓ പിന്നെ ഒരു പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു.
അയാൾ കോളേജിൽ എന്തൊക്കെയാണ് എന്നോട് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. എനിക്ക് അയാൾ പണി തന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്താ കുപ്പിന്ന് വന്ന വല്ല ഭൂതമാണോ? എനിക്ക് അയാളെ നന്നായിട്ടറിയാം. ദുഷ്ടൻ. എന്റെ മോളെ, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മ പാവമാണ്. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കോളേജ് ആകുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ്. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ചേച്ചി എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ആ പ്രൊഫസറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണോ ഇപ്പം എൻ്റെ റൂമിലേക്ക് കയറി വന്നത്? ഞാൻ വന്നത് അതിനൊന്നുമല്ല, മറ്റൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ. വാട്ട്? മാരേജോ? അതും അയാളുമായിട്ടോ? ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ മാരേജും ഉണ്ടായിരിക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. എന്തോന്ന്? എന്റെ അവളുടെ വിവാഹോ? എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ നടത്തുന്നത്? അയാളെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഞാൻ കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുന്നതാ. ഇംപോസിബിൾ. ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നോടല്ല നീ ഈ ചാടി തുള്ളി സംസാരിക്കേണ്ടത്. നീ ഇത് പോയി അച്ഛനോടും അമ്മയോടും പറയും. ഞാൻ പോവാ. എന്നോട് ഇത് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. അത്ര എനിക്കറിയാവൂ. ഇത് പോസിബിൾ ആണ്. ഇതിൽ യാതൊരു വിധ മാറ്റവുമില്ല. മോൻ അതുകൊണ്ട് സമ്മതിച്ചേ പറ്റൂ. ഏട്ടൻ നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഞാൻ വഴിയെ പോകുന്നൊരു പിച്ചക്കാരിയെ കല്യാണം കഴിച്ചാലും അവിടെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഇതൊന്നും നീ എന്നോടല്ല പറയേണ്ടത്. അച്ഛനോടും അമ്മയോടും പോയി പറയും. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ പോവാ. ഡോ പ്രൊഫസറെ, മര്യാദയ്ക്ക് വാതിൽ ഓർക്ക്. ഓ വന്നോ? നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുമായിരുന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ എന്റെ വിവാഹം വീട്ടുകാരെ നടത്താൻ തീരുമാനിച്ചിരിക്കുക. നീ അവരോട് പറയണം, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല, അതുകൊണ്ട് ഇത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോണം മര്യാദയ്ക്ക്. അയ്യടാ, തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിലേ താനാ വേണ്ടെന്ന് പറയേണ്ടത്, അല്ലാതെ ഞാനല്ല. ആഹാ, എനിക്ക് പറയാനേ സൗകര്യമില്ല. തനിക്ക് പറയാൻ സൗകര്യമില്ലെങ്കിലേ താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചോ? വഴിയെ പോണൊരു പിച്ചക്കാരെ കല്യാണം കഴിച്ചാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. പിന്നെ എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ അങ്ങ് മുട്ടി നിൽക്കുവാണല്ലോ. ആ, ഈ ട്രാക്ക് തന്നെ പിടിക്കാം. എന്നാലേ ഇവളെ കല്യാണത്തിൽ നിന്ന് മാറും. ആ അതെ, നിന്നെ പോലെ ഒരുത്തിയെ കല്യാണം കഴിക്കാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് തന്നെ കെട്ടാനേ അങ്ങ് പൂതിയായിട്ട് ഇരിക്കൊന്നുമല്ല. അയ്യോ, കെട്ടാൻ പറ്റിയ മുതലും. നിനക്ക് എന്നെ കേട്ടണ്ടെങ്കിലേ നീ പറയണം, അല്ലാതെ ഞാനല്ല പറയേണ്ടത്. അയ്യടാ, അങ്ങനെ ഞാൻ പറഞ്ഞ് താനിപ്പോ ഉണ്ടാക്കണ്ട. നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ആ കാണാം. മാധവ, മുഹൂർത്തത്തിനുള്ള സമയമായി. കുട്ടികളെ എന്നാ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? ആ മഹി, തിരുമേനി പറഞ്ഞ മുഹൂർത്തം ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. രാധികെ, താലമൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? ആ മാധവേട്ടാ, താലമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാ നിങ്ങൾ രണ്ടുപേരും പോയി കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നോളൂ. ആ ശരി മാധവേട്ടാ. സംഗീതേച്ചി, നമുക്കെന്നാ അവരെ വിളിക്കാൻ പോയാലോ? ആ രാധികെ, മുഹൂർത്തത്തിന് സമയമായി. നമുക്ക് അവരെ പോയി വിളിക്കാം. ഗമരി മഗരി സനി രെ സ പമഗ മത മഗരി സനി രെ സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ക ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ ഗ മ രി ഗ സ മ ല സരി ഗ രി ഗ പ ഗ പ ധ പ ധ സരി ഗ രി സ ധ സ ധ പ ഗ രി ഗ രി സ ധ സ സദാ പാലയ സാര സാക്ഷി സദാ പാലയ സാര സാക്ഷി സമാന രഹിത സമാന രഹിത മോഹനാഗി സദാ
മഹാദേവ, എന്റെ താലിയുടെ അവകാശിയെ സംരക്ഷിക്കണം.